കഴിഞ്ഞ സമ്മേളന കാലങ്ങളിൽ സുരേഷ് ഗോപിയുമായി ഏറ്റുമുട്ടിയ ഒരു സാഹചര്യം, അതായത് അടുത്ത കാലത്ത് ഏറ്റവും കേരളത്തിൽ ശ്രദ്ധിക്കപ്പെട്ടത് അതാണ്, മുന്ന വിഷയമൊക്കെ. അതൊക്കെ എങ്ങനെയാണ് ആ സമയത്തൊരു ഓൺ ദ സ്പോട്ടിൽ നമ്മൾ വന്നാണോ? എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതായത് ഇവർ ഭയങ്കര ഈ പറഞ്ഞ മുനമ്മ സംഭവത്തെ മുൻനിർത്തിയിട്ട് BJP സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഒരു ആരവമുണ്ട്. ആ ആരവത്തിൽ ഒരുപാട് വ്യാജത്തരമുണ്ടെന്നുള്ളൊരു ബോധ്യമുണ്ട്. അതൊന്ന് എക്സ്പോസ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം വന്ന് പെട്ടുപോയി എൻ്റെ മുമ്പിൽ. എന്താ കാരണം വെച്ചാൽ ഞാൻ സുരേഷ് ഗോപി ഉദ്ദേശിച്ച് പറഞ്ഞൊന്നും അല്ല. ആക്ച്വലി ഞാനൊരു ഒരു മെറ്റഫറായിട്ട് പറഞ്ഞാണ്, ഒരു പ്രതീകാത്മകമായി സംസാരിച്ചതാണ്. അപ്പോൾ മൂപ്പർക്ക് തോന്നി മൂപ്പറതാണ് മുന്നാന്ന് വിചാരിച്ച് പുള്ളി അങ്ങോട്ട് ചാടി വീണു. യഥാർത്ഥത്തിൽ ഞാൻ കുറച്ചും കൂടി ഒന്ന് ഫോക്കസ് ചെയ്തത് നമ്മുടെ ജോർജ് കുര്യനെയാണ്. എന്നുവെച്ചാൽ പുള്ളിയാണ് തലേദിവസം എന്തോ കുരിശെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ പക്ഷെ പുള്ളിക്ക് കാര്യം മനസ്സിലായപ്പോൾ പുള്ളി പയ്യെ തല താത്തി, പുള്ളി പ്രതികരിക്കാൻ പോയില്ല. ഇത് അപകടമാണെന്ന് മനസ്സിലായി. ഈ സുരേഷ് ഗോപി എഴുന്നേറ്റപ്പോഴും മുന്നിലിരിക്കുന്ന BJP നേതാക്കൾ, എനിക്ക് തോന്നുന്നു JP നഡ്ഡ ഉൾപ്പെടെ പുള്ളിയോട് ഇരിക്കുമെന്ന് പറയുന്നുണ്ട്. ഞാൻ കാണുന്നുണ്ട്, ക്യാമറയെ കാണുന്നില്ലെങ്കിൽ ഞാൻ കാണുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും പുള്ളി വേറൊരു ഗിയറിലേക്ക് പോയി, പിന്നെ തിരിച്ചെടുക്കാൻ പറ്റാത്തൊരവസ്ഥയായി.